പോലീസായ അമേരിക്കയ്ക്ക് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം നാണക്കേടാണ് ഇറാനുമായുള്ള യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യാക്രമണം ഇറാൻ കടുപ്പിക്കുമ്പോൾ ഗത്യന്തരമില്ലാതെയാണ് യുദ്ധം നിർത്തുന്നതായുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ലോകത്തിനു മുന്നിൽ നാണം കെട്ട ട്രംപിനേറ്റ അടിയാണ് ഇപ്പോൾ പെന്റഗണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കലിപൂണ്ട ട്രംപ് ആദ്യം പുറത്താക്കിയത് US അറ്റോർണി ജനറൽ പാം ബോണ്ടിയെയായിരുന്നു. പിന്നാലെ കൂടുതൽ പേരെ പുറത്താക്കാനുള്ള നടപടി ട്രംപ് സ്വീകരിച്ചുവെന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. FBI ഡയറക്ടർ കാഷ് പട്ടേൽ, ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് എന്നിവർക്ക് സ്ഥാനം നഷ്ടമായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. US കരസേനാ മേധാവി റാൻഡി ജോർജിനോട് തന്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആവശ്യപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. ഇതിനു പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തുടരെയുള്ള ഈ അഴിച്ചുപണികൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ. റിപ്പോർട്ട് അനുസരിച്ച് കാഷ് പട്ടേൽ, ആർമി സെക്രട്ടറി ഡാനിയർ ഡെസ്കോൾ, ലേബർ സെക്രട്ടറി ലോറി ഷാവേസ് ഡിറിമർ എന്നിവർ ഉടൻ പുറത്തായേക്കുമെന്നാണ് സൂചന. അതേസമയം എപ്പോഴാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക എന്നത് വ്യക്തമല്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ്. നേരത്തെ തന്നെ തുൾസിയുടെ നിലപാടുകളോട് ട്രംപിന് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഇറാനെതിരായ സൈനിക നടപടികളിൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകളുമായി തുൾസിക്ക് യോജിപ്പില്ലെന്നാണ് സൂചന. ആ പശ്ചാത്തലത്തിൽ തുൾസിയുടെ സ്ഥാനവും തെറിച്ചേക്കാനിടയുണ്ട്. US അറ്റോർണി ജനറൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ പാം ബോണ്ടിക്ക് പകരക്കാരനെ തേടുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടെയാണ് തുൾസി അടക്കം ഉന്നത തലങ്ങളിൽ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത്. അടുത്തിടെ ട്രംപ് എടുത്ത തീരുമാനങ്ങളോട് പൊതുവെ സ്വാഗതാർഹമായ സമീപനമല്ല തുൾസി ഗബ്ബാർഡ് എടുത്തത്. അതിൽ പ്രധാനമായ ഒന്ന് US ദേശീയ ഭീകര പ്രതിരോധ വകുപ്പ് മേധാവി ജോ കെന്നന്റെ രാജിയായിരുന്നു. ഇറാനെതിരായ ആക്രമണത്തെ ചൊല്ലിയാണ് അദ്ദേഹം രാജിവെക്കുന്നത്. ഈ യുദ്ധം അമേരിക്കയ്ക്ക് ആവശ്യമില്ലായിരുന്നെന്നും ഇസ്രയേലിന്റെ സമ്മർദ്ദം കാരണമാണ് യുദ്ധം ആരംഭിച്ചതെന്നും ചൂണ്ടിക്കാട്ടിയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ ജോ കെന്റ് രാജിപ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇതിനെ അപലപിക്കാൻ തുൾസി തയ്യാറായിരുന്നില്ല. സൈനിക ഇടപെടലുകളോടുള്ള ഗബ്ബാർഡിന്റെ മുൻകാല നിലപാടുകൾ കാരണം ട്രംപ് തുൾസിയുമായി അകൽച്ചയിലായിരുന്നു. 2019 അമേരിക്ക വെനസ്വേലൻ ആഭ്യന്തര കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന യുദ്ധകുതിയന്മാരെ അവർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടാൻ അമേരിക്ക നടത്തിയ അതീവ രഹസ്യമായ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവുമായി ബന്ധപ്പെട്ട മാസങ്ങൾ നീണ്ട ആസൂത്രണ പ്രക്രിയകളിൽ നിന്ന് തുളസിയെ വൈറ്റ് ഹൗസ് മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നും വാർത്തകളുണ്ടായിരുന്നു. ഗബ്ബാർഡിനെ മാറ്റണമോ എന്ന കാര്യം ട്രംപ് മന്ത്രിസഭയിലെ അംഗങ്ങളോട് ചോദിച്ചതായും വിവരമുണ്ട്. US അറ്റോർണി ജനറൽ സ്ഥാനത്ത് നിന്ന് പാം ബോണ്ടിയെ പുറത്താക്കിയതായി ട്രൂത്ത് സോഷ്യൽ വഴി ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് തലപ്പത്തെ ഈ നീക്കങ്ങൾ. ബോണ്ടിക്ക് പകരം നിലവിലെ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബാൻഡ് ആക്ടിംഗ് അറ്റോർണി ജനറലായി പ്രവർത്തിക്കും. ബോണ്ടിയുടെ പ്രവർത്തനത്തിലെ അതൃപ്തിയാണ് നടപടിക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കേസ് രേഖകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ബോണ്ടിയോട് ട്രംപിന് നീരസമുണ്ടായെന്നും പറയപ്പെടുന്നുണ്ട്. US നീതിന്യായ വകുപ്പിന്റെ മേധാവി എന്ന നിലയിൽ എപ്സ്റ്റീൻ രേഖകളിൽ പരാമർശിക്കുന്ന തന്റെ രാഷ്ട്രീയ എതിരാളികളെ വിചാരണ ചെയ്യാനും അവർക്കെതിരെ മതിയായ അന്വേഷണം നടത്താനും ബോണ്ടി തയ്യാറാകാത്തതിലും അതൃപ്തിയുണ്ടായിരുന്നു. അടുത്തിടെ ട്രംപിന്റെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന രണ്ടാമത്തെ അംഗമാണ് ബോണ്ടി. നേരത്തെ ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റി നോമിനെയും പുറത്താക്കിയിരുന്നു. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെയാണ് ഇതെന്നത് ശ്രദ്ധേയമാണ്. സൈനിക തലത്തിൽ സ്ഥിരത അത്യാവശ്യമായ സമയത്ത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കിയത് തന്ത്രപരമായ തീരുമാനമാണോ അതോ രാഷ്ട്രീയ ഇടപെടലാണോ എന്ന ചർച്ച ശക്തമായി തുടരുന്നുണ്ട്. ജനറൽ റാൻഡി ജോർജ് ഒരു സാധാരണ സൈനിക ഉദ്യോഗസ്ഥനല്ലായിരുന്നു. 1982 US സൈന്യത്തിൽ ചേർന്ന അദ്ദേഹം തന്റെ കരിയറിൽ നിരവധി പ്രധാന യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡെസേർട്ട് ഷീൽഡ്, ഡെസേർട്ട് സ്റ്റോം ഓപ്പറേഷൻ, ഇറാഖി ഫ്രീഡം ഓപ്പറേഷൻ, എൻഡ്യൂറൻസ് ഫ്രീഡം എന്നിവയിൽ അദ്ദേഹത്തിന്റെ സേവനം ശ്രദ്ധേയമാണ്.
വെസ്റ്റ് പോയിന്റിലെ അമേരിക്കൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് 1988 കമ്മീഷൻ നേടിയ ജോർജ് പതിറ്റാണ്ടുകളോളം സൈന്യത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 4ാം ഇൻഫൻട്രി ഡിവിഷനിലെ കമാൻഡറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പിന്നീട് ആർമിയുടെ വൈസ് ചീഫ് ഓഫ് സ്റ്റാഫായി പ്രവർത്തിച്ചു. 2023 അദ്ദേഹം അമേരിക്കൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിതനായി. അദ്ദേഹത്തിന്റെ നേതൃഗുണങ്ങളും യുദ്ധപരിചയവും പരിഗണിച്ചാൽ അപ്രതീക്ഷിതമായ ഈ നീക്കം പലരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഔദ്യോഗികമായി അദ്ദേഹത്തെ നീക്കാനുള്ള കാരണങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം മുൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിന് തിരിച്ചടിയായിരിക്കാം എന്നാണ് പറയുന്നത്. പീറ്റ് ഹെഗ്സത്ത് സൈന്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ നയങ്ങൾക്ക് അനുസൃതമായി സൈന്യത്തെ പുനർസംഘടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി വിശ്വാസ്യത ഉറപ്പാക്കാൻ അദ്ദേഹം ചില ഉയർന്ന ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ജനറൽ ജോർജിന്റെ പുറത്താക്കൽ ഒരു വലിയ തന്ത്രപരമായ നീക്കമാണോ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഫലമാണോ എന്നത് വ്യക്തമല്ല. എന്നാൽ യുദ്ധത്തിന്റെ മധ്യേ ഇത്തരം മാറ്റങ്ങൾ സൈന്യത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. ജനറൽ ജോർജിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ജനറൽ ക്രിസ്റ്റഫർ ലാനവ് ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതലയേറ്റിരിക്കുകയാണ്. ലാനവിന്റെ ഉയർച്ച അതിവേഗമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് 2 സ്റ്റാർ ജനറലായിരുന്ന അദ്ദേഹം ഇപ്പോൾ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ ഒന്നിലെത്തിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയിലെ 8ാം ആർമിയുടെ കമാൻഡിംഗ് ജനറലായും ഫോർട്ട് ബ്രാഗിലെ 82ാം എയർബോൺ ഡിവിഷന്റെ കമാൻഡറായും ലാനവ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹെഗ്സത്തിനോടുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ നടന്ന ഒരു വീഡിയോ കോളിലൂടെയാണ് ലാനവ് ട്രംപിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. തന്റെ സൈനികരുമായി നടത്തിയ ആശയവിനിമയത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച വിശ്വാസവും അനുസരണയും ട്രംപിനെ ആകർഷിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഹെഗ്സത്ത് സൈന്യത്തിൽ വലിയൊരു പ്യൂരിഫിക്കേഷൻ നടത്തുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥരെ അദ്ദേഹം ഇതിനകം തന്നെ പുറത്താക്കി കഴിഞ്ഞു. എയർഫോഴ്സ് വൈസ് ചീഫ് ഓഫ് സ്റ്റാഫ് ജെയിംസ് സ്ലൈഫ്, നാവിക ഓപ്പറേഷൻസ് മേധാവി ലിസ ഫ്രാഞ്ചൈറ്റി തുടങ്ങിയവരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ഘടന പോലും ഹെഗ്സത്ത് പുനർനിർമ്മിച്ചിരിക്കുകയാണ്. പ്രസിഡന്റിനെയും പ്രതിരോധ സെക്രട്ടറിയെയും ഉപദേശിക്കുന്ന ഈ പ്രധാന സൈനിക സംഘത്തിൽ വലിയ മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ മാറ്റങ്ങളെല്ലാം ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ സൈന്യം ഇപ്പോൾ കൂടുതൽ ശക്തമാകുകയാണോ അതോ അകത്തളത്തിൽ ദുർബലമാകുകയാണോ ചെയ്തത്?